1986 കേരളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സംഭവം. അതൊരു പക്ഷേ മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിന്റെ, വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമായി ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ പോലും അതിനെ രാജ്യത്തിലെ നിയമവിദഗ്ധർ പോലും അതിനെ വിലയിരുത്തുകയുണ്ടായി. എന്താണ് സംഭവം? കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഒരു സ്കൂളിലെ 2 കുട്ടികൾ അവർ ദേശീയഗാനം ചൊല്ലാൻ മടി കാണിച്ചു. ഞങ്ങൾ ദേശീയഗാനം ആലപിക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ലേ, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യചിഹ്നങ്ങളിലെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ദേശീയഗാനം എന്ന് പറയുന്നത്. ആ കുട്ടികൾ ഞങ്ങൾ എഴുന്നേറ്റു നിൽക്കാം, ക്രൈസ്തവ വിശ്വാസികളിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദേശീയഗാനം ചൊല്ലാൻ കഴിയില്ല. അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കി. VC കബീർ MLA നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവന്നു. അത് ഈ പുറത്താക്കിയ നടപടിയെ അംഗീകരിക്കുന്ന തരത്തിലാണ് എല്ലാ മേഖലകളിലും കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഈ കുട്ടികളുടെ പിതാവ് ബിജോയ് ഇമ്മാനുവൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കോടതിയിൽ പോയി. സുപ്രീം കോടതി ആ വിഷയത്തിൽ വിധി കൽപ്പിച്ചു. സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? അവർ ദേശീയ ഗാനത്തെ അപമാനിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നു. അവരുടെ വിശ്വാസം ദേശീയ ഗാനം ചൊല്ലുന്നതിന് തടസ്സമാണെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കാൻ പാടില്ല. സ്കൂളിൽ നിന്ന് കുട്ടികളെ പുറത്താക്കിയ കാര്യം ശരിയായില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത്. ആ വിഷയത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 25 അനുസരിച്ചുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്, അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ വിശ്വാസാവകാശത്തെ ഹനിക്കുന്നതാണ് ഈ പ്രവർത്തനമെന്നാണ് സുപ്രീം കോടതി ആ വിഷയത്തിൽ നിരീക്ഷിച്ചത്. ഞാൻ പറയുന്നത്, മതം ആ ജീവിതത്തിൽ പാലിക്കാതെ, മതം വീട്ടിനകത്ത് വെച്ച് പേരിന് മുസ്ലിമായി റേഷൻ കാർഡിലും SSLC ബുക്കിലും സർട്ടിഫിക്കറ്റുകളിലും മാത്രം വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ളത്, മുന്നോട്ട് വെക്കാനുള്ളത്